ഹലോ ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കൊഴുക്കട്ട ഉണ്ടാക്കാം. അതിനായി ആദ്യം തന്നെ ഫില്ലിങ്സ് തയ്യാറാക്കാം. നമുക്ക് 250 ഗ്രാം ശർക്കര എടുക്കുക. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കാൻ അടുപ്പിലേക്ക് വയ്ക്കുക. ഉരുക്കിയെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് അരിച്ചെടുത്ത് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ച് അതൊന്ന് നല്ലോണം തിളച്ചതിന് ശേഷം അതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരുവിയതിടുക. അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ചുക്ക്, ഏലക്ക എന്നിവ പൊടിച്ച് അതിലേക്കൊന്ന് ചേർക്കുക. ഈ മിക്സ് എല്ലാം കൂടെ നമ്മൾ നല്ലോണം ഡ്രൈ ആവുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇളക്കി ഡ്രൈ ആയതിന് ശേഷം മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി, അത് 250 ml കപ്പാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കപ്പില്ലെങ്കിൽ കപ്പളവില്ലെങ്കിൽ ഗ്ലാസ്സിൽ വേണമെങ്കിലും എടുക്കാം. വറുത്ത അരിപ്പൊടി ആയിരിക്കണം എടുക്കേണ്ടത്. മാവെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. നമ്മൾ ആ മാവെടുത്ത അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കണം. അതിനുശേഷം നല്ലോണം തിളച്ചതിന് ശേഷം മാവിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കൈകൊണ്ട് ചെറുതായിട്ട് ചൂടുള്ളപ്പം തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം കൈയുടെ തള്ള വിരലുകൊണ്ട് ഒന്ന് കുഴിയുണ്ടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വച്ചിരിക്കുന്ന ഫില്ലിങ്സ് അതിലേക്ക് വയ്ക്കുക. അത് ഫില്ലിങ്സ് വച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഉരുളകളാക്കി എടുക്കുക. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് നല്ലോണം പുരട്ടിയതിന് ശേഷം അതിലേക്ക് ഓരോരോ ഉരുളകളാക്കി മാറ്റി വെച്ചതിന് ശേഷം ഒരു 20-25 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. രുചികരമായ കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരമാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഒപ്പം നിങ്ങളിത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.